ഹലോ വെൽക്കം ടു a ന്യൂ വീഡിയോ. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കുറേ പേര് കുറേ കൺസേൺ ഒക്കെ ചോദിച്ചിരുന്നു ഇമെയിൽ ത്രൂ. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എൻക്ലെക്സ് RN അതിൻ്റെ ടെസ്റ്റ് പ്രോസസ്സിങ് എങ്ങനെയാണ്, രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ നമ്മളുടെ എൻക്ലെക്സ് RN റിസൾട്ട് CNOയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇലിനോയ് ബോർഡ് ഓഫ് നഴ്സിംഗിൽ നിന്ന് എങ്ങനെ നമുക്ക് കോളേജ് ഓഫ് നഴ്സ് ഓഫ് ഒണ്ടാരിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്, നിങ്ങൾ കാനഡയിൽ ഒരു RN ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ വൺസ് നിങ്ങൾ എൻക്ലെക്സ് RN പാസ്സായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ CNOയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മുഖാന്തരം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആൻഡ് എക്സാമിനേഷൻ പാർട്ട് വേവ് ഓഫ് ആയി കിട്ടുന്നതാണ്. സോ അതിന് ഈ ഒരു പ്രോസസ്സിങ് വളരെ ഹെൽപ്ഫുൾ ആണ്. എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതൊരു സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ്. ജസ്റ്റ് ഒരു ഇമെയിലിൻ്റെ മാത്രം കാര്യമേ ഇതിനകത്തുള്ളൂ. നമ്മുടെ എൻക്ലെക്സ് RN എക്സാമിനേഷന് ശേഷം ഒരു 48 hours കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് പിയേഴ്സൺ വ്യൂവിൽ ക്വിക്ക് റിസൾട്ട് എന്നൊരു സൈറ്റ് ഉണ്ട്. അവിടെ ഒരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്വിക്ക് റിസൾട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു ഒഫീഷ്യൽ റിസൾട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം. സോ അങ്ങനെ നമ്മുടെ റിസൾട്ട് പാസ്സായി എന്ന് നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് കോണ്ടിനെൻ്റൽ ടെസ്റ്റിംഗ് സർവീസിനുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ റിസൾട്ട് നമുക്ക് CNOയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിന് കോണ്ടിനെൻ്റൽ ടെസ്റ്റിംഗ് സർവീസിലേക്ക് നമ്മളൊരു ഇമെയിൽ അയക്കണം. ഇമെയിൽ ID എന്ന് പറയുന്നത് registerednurse@continentaltesting.net NET. ഈ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ദി എക്സാം, CNO രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്പോർട്ട് കോപ്പി ഇത്രയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു മെയിൽ നിങ്ങൾ സെൻഡ് ചെയ്യണം. ഈ ഒരു സാമ്പിൾ ഇമെയിൽ ഞങ്ങൾ താഴെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിലുള്ള ഒരു ഇമെയിൽ നിങ്ങൾക്ക് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് CNOയുടെ ഒഫീഷ്യൽ മെയിൽ ഉണ്ട്, cno@cnomail.org. നമ്മൾ ഇതിനകത്ത് ഇമെയിലിനകത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഒരു 3 to 5 വർക്കിംഗ് ഡേയ്സ് ആണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. അവരൊരു കൺഫർമേഷൻ ഇമെയിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. വൺസ് അവർ CNOയ്ക്ക് ഈ ഒരു ടെസ്റ്റ് റിസൾട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം ഏകദേശം ഒരു 3 to 8 weeks ആണ് CNOയിൽ എടുക്കുന്നത്. അവർ നമ്മുടെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് അത് അതിൻ്റെ നമ്മുടെ പ്രോസസ്സിങ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമിംഗ് ആണ് അവർ 3 to 8 weeks പറയുന്നത്. മേ ബി അതിൽ കൂടുതൽ സമയം എടുക്കാം. സോ വൺസ് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ എക്സാമിനേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ പാർട്ട് വേവ് ഓഫ് ചെയ്ത് കിട്ടും. ബാക്കി റിക്വയർമെൻറ്റ്സ് എല്ലാം മെറ്റായിട്ടിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഫൈനൽ രജിസ്ട്രേഷൻ ഇഷ്യൂ ആകും. പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ അത് ഇത്രയും മാത്രമാണ് നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് CNOയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡാണ്. അധികം ദിവസങ്ങളൊന്നും എടുക്കത്തില്ല. ഒണ്ടാരിയോയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന CNOയിൽ മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്രോസസ്സിംഗ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഈസി മെത്തേഡ് തന്നെയാണ്. സോ ഇതാണ് ഞങ്ങൾ ഇന്ന് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫർമേഷൻ. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ, ടേക്ക് കെയർ.